മാവേലിക്കര മാന്നാറിൽ നിന്നും 15 വർഷം മുൻപ് കാണാതായ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കുന്നത്. അതിന്റെ മൂടി മാറ്റിയ ശേഷം ഇപ്പോൾ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. 15 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പോലീസിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കലയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആ കസ്റ്റഡിയിലുള്ള ജിനു എന്ന ആളെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് പരിശോധന പോലീസ് നടത്തുന്നത്. 15 വർഷക്കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ തെളിവുകളൊക്കെ തന്നെ നശിക്കപ്പെട്ടേക്കാമോ, മൃതദേഹം പൂർണ്ണമായും ഇല്ലാതായേക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ അത് വേർതിരിച്ച് മാറ്റി അതിൽ നിന്നും പരിശോധന നടത്തി ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കണം, DNA പരിശോധന നടത്തണം. കലയുടേത് തന്നെയാണ് ഈ മൃതദേഹം എന്ന് ഉറപ്പിക്കണം. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി ഈ കേസ് 15 വർഷത്തിന് ശേഷം മാറുകയാണ്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം അമ്പലപ്പുഴ പോലീസ് നടത്തിയത്. ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസിന്റെ മുന്നിലേക്ക് എത്തുകയായിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതും ഈ 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാകുന്നതും. കലയുടെ ഭർത്താവ് ഇസ്രായേലിലാണുള്ളത്. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പരിശോധന പുരോഗമിക്കുകയാണ്. രഘുനാഥ് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. രഘു, പരിശോധന എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്? ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വേണ്ടത് കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ്. 15 വർഷം കഴിഞ്ഞതുകൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളൊരു സംശയം പോലീസിന് അന്വേഷണ സംഘത്തിനുണ്ട്. എന്ന് മാത്രവുമല്ല, റഷ്യൻ മോഡലിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നിടം വരെ ഒരു വിഷമ സന്ധിയിലായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അതുകൊണ്ടാണ് വളരെ വേഗതയിൽ തന്നെ, കാരണം കാലവർഷക്കാലമാണ്, വൈകുന്നേരമൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനാകുമോ എന്നുള്ളൊരു ശ്രമമാണ് ഡിവൈഎസ്പിയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മണിയോടുകൂടി തന്നെ മൃതദേഹത്തിന്റെ വീണ്ടെടുക്കാനുള്ള ജോലികൾ ആരംഭിച്ചിരുന്നു. അതിന് തന്നെ ആളുകളെ കൊണ്ട് മൺവെട്ടിയും മൺകൂരിയും ഒക്കെ ഉപയോഗിച്ചാണ് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ കുറച്ചുകൂടെ ആഴത്തിൽ പോകുന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. അവിടെ നിന്നൊരു 4 അടിയോളം 5 അടി മണ്ണ് കുഴിച്ചു. അപ്പോൾ സേഫ്റ്റി ടാങ്കിന്റെ മുകൾ ഭാഗം കണ്ടെത്തി. ഇതിനുശേഷം കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം എത്തിച്ച് ആ സെപ്റ്റി ടാങ്കിനെ ക്ലീനാക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് ക്ലീനാക്കി. ഇതിനുശേഷമാണ് വീണ്ടും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസഹനീയമായ നാറ്റം ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കൊക്കെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ, നാട്ടിൻപുറം അതേ തരത്തിലുള്ള സംഭവം എവിടെ ഉണ്ടായാലും അവിടെ ആളുകൾ കൂടുക എന്നുള്ളതൊരു മനുഷ്യ സഹജമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളോടൊക്കെ വാർത്തയൊക്കെ അറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കലയെ, അല്ലെങ്കിൽ കലയുടെ, നമ്മൾ ആദ്യം പറയുന്നത് പോലെ തന്നെ 15 വർഷം മുമ്പാണ് കലയെ കാണാതാകുന്നത്. കലയുടേതും അനിലിന്റേതും പ്രണയ വിവാഹമായിരുന്നു. ഇതിനുശേഷം അവർക്കിടയിൽ എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോവുകയും ചെയ്തു എന്നുള്ളതാണ് ധരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കലയെ പിന്നീട് ആരും തിരക്കിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കൊലപാതകത്തിന്റെ ഒരു മാൻ മിസ്സിംഗ് കേസായിട്ട് 15 വർഷമായിട്ട് ഈ കേസ് നിലനിന്നത്. കഴിഞ്ഞ 2 മാസം മുൻപാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് ലഭിക്കുന്നത്. ഈ പ്രതി ഈ കലയുടേത് കൊലപാതകമാണെന്നും ഭർത്താവിന്റെ വീടിന് സമീപമുള്ള ശുചിമുറിക്ക് സമീപമായി മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നുമുള്ളൊരു കത്ത് പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ പരാതി, അല്ലെങ്കിൽ ആ കത്ത് ഒരു ഊമക്കത്തായി മാത്രം കണ്ടുകൊണ്ട് ചുരുട്ടി കൊട്ടയിലിടാതെ അതിന്റെ ഒരു സാധ്യത പോലീസ് പരിശോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കല ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിച്ചത്. പക്ഷേ കലയെക്കുറിച്ച് ഒരു വിവരവും, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കാലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും, നമ്മൾ തന്നെ എത്രയോ സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കോളേജുകളുടെയും അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ ഒരു ഗ്രൂപ്പിൽ പോലും ഇല്ലാത്ത ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പോലീസ് പരിശോധിച്ചപ്പോഴും കല എവിടെയാണെന്ന് സഹപാഠികൾക്കോ സുഹൃത്തുക്കൾക്കോ ഒരു രീതിയിലുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ പഴയ കാലങ്ങളൊക്കെ ചികഞ്ഞു പോയപ്പോൾ അനിലുമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും പിന്നീട് അനിലിലേക്കും അനിലിന്റെ ബന്ധുക്കളിലേക്കും കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുകയും ചെയ്തത്. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. അനിലിന്റെ ബന്ധുക്കളായ സുരേഷ്, ജിനു, പ്രമോദ്, സന്തോഷ്, സോമൻ, ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ്. നിലവിൽ പോലീസ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ജിനു ഗോപിയെയാണ്. അയാളാണ് ഈ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റ് 4 പേരും നിലവിൽ മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്.
എന്തായാലും ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ ഈ കൊലപാതകം ചെയ്യും എന്നുള്ള ഒരു ബോധവും അല്ലെങ്കിൽ ഒരു ബോധ്യവും ഒരു വിചാരവും നാട്ടുകാർക്കില്ല. ഇതിൽ അല്പമെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളത് പ്രമോദ് ഭാര്യയെ ആക്രമിച്ച കേസിൽ, അതായത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെടെയുള്ള പ്രതിയാണ്. അയാൾക്ക് മാത്രമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളത്. ബാക്കി 4 പേരും സാധാരണ നിലയിൽ നാട്ടിൻപുറങ്ങളിൽ കുടുംബജീവിതം നയിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ജട്ടൽ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ ഈ പ്രതിയെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ വന്നപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ഈ വിവരം മാധ്യമങ്ങൾ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്വാഭാവികമായി തന്നെ അവർക്കിത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം കല ഒളിച്ചോടിപ്പോയി. കാരണം കലയുടെ മകൻ അനിലിനും കല ദമ്പതികൾക്കുണ്ടായ മകൻ 18 വയസ്സുള്ള ആൺകുട്ടി അനിലിനോടൊപ്പം തന്നെ ഈ വീട്ടിൽ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കല പോയത് അല്ലെങ്കിൽ ഒളിച്ചോടിയെന്നുള്ള ഒരു പൊതുവികാരമായിരുന്നു, അല്ലെങ്കിൽ പൊതുചിന്തയായിരുന്നു നാട്ടുകാർക്കുണ്ടായത്. ആ ചിന്തയാണ് ഇന്ന് രാവിലെയോടുകൂടി മാറിയിരിക്കുന്നത്. പോലീസ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ സേഫ്റ്റി ടാങ്കിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറൻസിക് വിദഗ്ധ സ്ഥലത്തുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് മൃതദേഹത്തിന്റെ അവശിഷ്ടം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രത്യേകിച്ച് ഇപ്പോൾ 4 മണിയോട് അടുക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തന്നെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വേഗതയിൽ തന്നെ നടപടിക്രമങ്ങൾ, ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഘു സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ മാറാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിവേഗം തന്നെ തെളിവ് ശേഖരണത്തിലേക്ക് തന്നെ പോയേക്കാം. രഘു, ഫോറൻസിക് സംഘമൊക്കെ തന്നെ സജ്ജമാണോ? എത്രയും വേഗം തന്നെ ഈ സംഭവത്തിൽ തെളിവുകൾ ശേഖരിക്കുക. കാരണം കൃത്യമായി ഇത് കാലപ്പഴക്കമുള്ളത് കൊണ്ട് തന്നെ മൃതദേഹം കിട്ടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ മാലിന്യങ്ങൾ ഇനി ശേഖരിച്ചവിടെ നിന്നും മാറ്റിയ ശേഷമുള്ള പരിശോധന അങ്ങനെയല്ലേ ഇനി പ്രതീക്ഷിക്കേണ്ടത്? അതെ പ്രതീക്ഷ. കാരണം ഈ മാലിന്യത്തിനകത്തും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ അസ്ഥികളോ തീയോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നഖമോ എന്തെങ്കിലും മാറ്റാൻ അതിനുശേഷം വേണം കൂടുതൽ അതിനുള്ള ജോലികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാവേലിക്കര മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്താനുള്ള കൊന്ന് കുഴിച്ചുമൂടി എന്ന സംശയത്താലാണ് ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് മാറ്റിയ ശേഷം അതിൻ്റെ മൂടി മാറ്റിയുള്ള പരിശോധന നടക്കുന്നു. മാലിന്യങ്ങൾ ഇനി കുറച്ച് ശേഖരിച്ചു കഴിഞ്ഞു. ആ മാലിന്യത്തിൽ നിന്ന് വേണം ഇനി മൃതദേഹം ഉണ്ടോ എന്ന് അറിയേണ്ടത്. ആ മൃതദേഹം അവിടെ തന്നെ ഉണ്ടോ, അതല്ല അവിടെ നിന്നും ദൃശ്യം മോഡൽ കൊലപാതകം പോലെയൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. വിദഗ്ധമായ പരിശോധനയാണ് മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പുരോഗതി ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്ഥിരീകരണങ്ങൾ ഒരുപാട് വേണം. ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തമ്പടിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രമാദമായ ഒരു കേസ്, 15 വർഷം മുൻപുള്ള ഒരു തിരോധനം, ആ തിരോധനത്തിൽ ആ സ്ത്രീ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെടുത്തിയത് ഭർത്താവിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആണ് എന്ന വാർത്ത അറിഞ്ഞത് മുതൽ മാന്നാറിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചോളം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കേസായി മാറുന്നത് 15 വർഷം മുമ്പുണ്ടായ ഒരു കേസാണ്. ആ കേസിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അതിനുവേണ്ടിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. കല താമസിച്ചിരുന്ന വീടിന് മുൻവശത്തെ 15 വർഷമായിട്ടുള്ള ആ സെപ്റ്റിക് ടാങ്കും ആ കക്കൂസും ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദുരൂഹതയായി നിലനിന്നിരുന്നത്. എന്നാൽ ഈ കേസിൻ്റെ വഴിത്തിരിവിലേക്ക് എത്തിച്ചത് ഒരു ഊമക്കത്താണ്. 2 മാസം മുൻപ് അമ്പലപ്പുഴ പോലീസിന് ലഭിക്കുന്ന ഒരു ഊമക്കത്ത് കേന്ദ്രീകരിച്ച് അവിടുത്തെ പോലീസ് നടത്തുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഈ സംഭവത്തിൻ്റെ ദുരൂഹതകൾ അഴിക്കാൻ കഴിയത്തക്ക രീതിയിലേക്ക് ഇതുവരെ എത്തിച്ചത്. ഇതിൽ 5 പ്രതികൾ, അതിൽ ഒരു പ്രതി ജിനു എന്ന പ്രതിയാണ്. ആ പ്രതിയെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച് ആ പിടിയിലായ ആളെ, കസ്റ്റഡിയിൽ ഉള്ള ആളിനെ കൊണ്ടുവന്ന് എത്തിച്ച ശേഷം ആ വ്യക്തിയുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയിൽ നിന്നും വിശദാംശങ്ങൾ തേടുന്നുണ്ട് പോലീസ്. ഒപ്പം തന്നെ കലയുടെ ഭർത്താവ് ഇസ്രയേലിലാണുള്ളത്. ആ ഇസ്രയേലിലുള്ള ഭർത്താവിനെ കൂടി നാട്ടിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്തിക്കും. അങ്ങനെ നിർണായകമായ വഴിത്തിരിവാകുന്ന ഒരു കേസിൽ പോലീസ് നടത്തിയ തീവ്രമായ നീക്കങ്ങൾ, തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ ഇതുവരെ ഈ ഘട്ടം വരെ എത്തിച്ചിരിക്കുന്നത്. ഈ പരിശോധനയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ സംശയങ്ങളാണ്, ഈ ഊമക്കത്താണ്. ഊമക്കത്തിലേക്ക് എത്തുന്നത് ഈ പ്രതികൾ 15 വർഷമായി ഒരു കേസിനെ സംബന്ധിച്ചോളം ആ 15 വർഷം ഒരു 1.5 പതിറ്റാണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതപ്പെട്ട് ഈ
കൃത്യം ചെയ്തവരൊക്കെ തന്നെ ഇങ്ങനെ ജീവിതം പുലർത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മദ്യപിക്കുന്ന വേളയിൽ ഈ 5 പ്രതികളിൽ നിന്ന് ആരുടെയോ ഭാഗത്ത് നിന്നും ഈ വിവരം മറ്റൊരാളിലേക്ക് എത്തുകയും ആ വ്യക്തിയാണ് ഈ ഉമക്കത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് എന്നാണ് ഇതുവരെയുള്ള നിഗമനങ്ങൾ. ഇനി ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേരള പോലീസ് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്. അങ്ങനെ പോലീസ് ഒരു പരിശോധനയുടെ ഒരു വലിയൊരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി വിശദമായ പരിശോധന ഈ സെപ്റ്റി ടാങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ആ സെപ്റ്റി ടാങ്ക് അതിൻ്റെ മൂടി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയായി മാറുക തന്നെ ചെയ്യും. അതിലെ അവശിഷ്ടങ്ങൾ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതിനുശേഷം DNA പരിശോധന നടത്തണം. DNA പരിശോധനയ്ക്ക് ശേഷം കല തന്നെ ആണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കണം. അങ്ങനെ അനുമാനങ്ങളും സംശയങ്ങളും ഒക്കെ നിൽക്കുമ്പോഴും ആ മൃതദേഹം അവിടെ തന്നെയാണോ, ഇനി പ്രതികൾ മറ്റേതെങ്കിലും തരത്തിൽ വഴിതെറ്റിക്കാൻ പറയുന്നതാണോ, മറ്റെവിടെയെങ്കിലും ആണോ കുഴിച്ചിട്ടത്, അല്ലെങ്കിൽ മൃതദേഹം കത്തിച്ച് ഇല്ലാതാക്കിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 15 വർഷത്തിന് ശേഷം ഒരു സംഭവത്തിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നമ്മൾ അപൂർവങ്ങളായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചോളം, ഫോറൻസിക് വിദഗ്ധരെയൊക്കെ സംബന്ധിച്ചോളം തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഇനി മാലിന്യങ്ങൾ നീക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഇനിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ കാരണം നേരം വൈകുകയാണ്. കാരണം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലും വളരെ സൂക്ഷിച്ച് ശ്രമപ്പെട്ടാണ്. കാരണം ഈ മൃതദേഹമായിട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി കിട്ടേണ്ടത് ഒരു അസ്ഥികൂടമോ അല്ലെങ്കിൽ നഖത്തിന്റെയോ മുടിയുടെയോ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണമോ ഒക്കെയാണ് കിട്ടേണ്ടത്. കാരണം എല്ലാ തെളിവുകളും നിർണായകമാണ്. ആ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം 15 വർഷം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ പോലീസിന്റെ നമ്മൾ ഈ വീണ്ടും ഈ കാര്യം പറയുന്നത്, കേസിൽ നിർണായകമാകുക കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ആ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല. മാൻമിസിംഗ് ആണ്, കല എവിടെയോ പോയി അല്ലെങ്കിൽ കല എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ കേസ് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കലയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി, ആ ഒരു സീരിയസ്നെസ്സോടു കൂടി തന്നെയാണ് ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഇടപെട്ടത്. കാരണം